പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദികൾ നിറയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. നല്ലൊരു ആരാധനയ്ക്ക് ശേഷം ദൈവസേനയിലായിരിക്കാൻ നിൽക്കുന്ന സർവകൃപാലുമായി ദൈവം സഹായിച്ചതിനാല് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാണ്. നമ്മുടെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. തന്റെ വചനത്തിൽ കൂടി പറയുന്നു, തന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് കർത്താവിന്റെ വചനമാകിയാൽ ആ വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ആമേൻ. ഇന്ന് ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന കർത്താവിന്റെ ദാസി റജി സിസ്റ്റർക്ക് കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ ഭയങ്കരമായ ഒരു രോഗത്താൽ തന്റെ ദാസി ഭാരപ്പെട്ടു. ലോകവൈദ്യന്മാർ അസാധ്യമെന്ന് പറഞ്ഞ ഒത്തിരി സാഹചര്യങ്ങള് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നിരാശ ഒത്തിരി ഏറി തന്റെ ജീവിതത്തില്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ തന്റെ ദാസി ഒത്തിരി ഭാരപ്പെട്ടു. അതിന്റെ നടുവില് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുകയും തന്നെ താൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സൗഖ്യമാക്കിയ യേശുവിനെ കുറിച്ച് ഉള്ളിൽ ധ്യാനിച്ച് പ്രാർത്ഥിപ്പാനൊക്കെ വന്ന സർവകൃപാലുവായ ദൈവം ഇടയാക്കി. ആ ഒരു സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച തന്റെ ജീവിതത്തിൽ എന്താണ് യേശു കർത്താവ് ചെയ്തത് എന്നുള്ളൊരു സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയ സിസ്റ്ററെ, കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു ദാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? എനിക്ക് പെട്ടെന്ന് മെയിലാണ് പണി സ്റ്റാർട്ട് ചെയ്തു. ഫീവർ അടിച്ചാൽ ഒരു മാസത്തോളം ഫീവർ ഡൗൺ ആവും. പിന്നെ അത് ഫീവർ ഷാറ്റ് ബോഡിയിലുണ്ടായിരുന്നു. പിന്നെ തൊണ്ടയ്ക്ക് കഫം ടൈറ്റായിട്ട് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ കസിൻ്റെ ചെന്നപ്പോൾ അവിടെ മുമ്പിലാണ് ഈ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഉടനെ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് ഡോക്ടറുള്ളപ്പോൾ നീ എന്തിനാണ് വേറെ ഡോക്ടറെ അടുത്ത് പോകുന്നത് ചോദിച്ചു. ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ട്രിവാൻഡ്രത്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച വന്നെ കാണാൻ പറഞ്ഞു. ഡോക്ടർക്ക് എന്നെ ഫിസിക്കലായിട്ടുള്ള ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് സംശയം തോന്നുന്നു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും വേണ്ടി എന്നോട് പറഞ്ഞു, ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾ എന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ബ്ലഡ് റിപ്പോർട്ട് പറഞ്ഞു. പിന്നെ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്കാനിങ് ചെയ്യണം, ഇന്ന് തന്നെ സ്കാൻ ചെയ്താൽ പറ്റുള്ളൂ. സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻ ആയിട്ട് അടുത്ത ഡോക്ടർ പോലും പറഞ്ഞു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി. കസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു എപ്പോഴും 3:30 വരുന്ന ഡോക്ടറെ ജോലിയെല്ലാം കഴിഞ്ഞ് 1:30 ഒരു മണി ഫോർത്ത് സ്റ്റേജിൽ തൈറോയ്ഡ് പ്രോബ്ലമാണ്. നമുക്ക് ഇതിനൊരു എവിഡൻസ് വേണമെന്ന് പറഞ്ഞു. ഇതിന് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അതിന് 3 ദിവസം എടുത്ത് റിപ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എവിഡൻസ് റിപ്പോർട്ടിന് വേണ്ടി ട്രൈക്കാരിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ കിട്ടുന്നില്ല. പിന്നെ മോൾ വിളിച്ച് ചോദിച്ചപ്പോൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച പോയി ഞങ്ങൾ എവിഡൻസ് ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് വരാൻ 3 ദിവസം എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച റിപ്പോർട്ട് കിട്ടി വന്നപ്പോൾ കർത്താവ് അത്ഭുതമായ സൗഖ്യത്തിൻ്റെ വഴി കാണിച്ചു തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്തല്ലാതെ ഒന്നുമില്ല. പാസ്റ്റർ സിസ്റ്റർ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു, സഹഭക്തമായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടുകാർ പ്രാർത്ഥിച്ചു, എൻ്റെ റിലേഷനുള്ളവർ പ്രാർത്ഥിച്ചു. ഞാൻ വിഷമം വന്ന സമയത്തല്ല സിസ്റ്റർ എനിക്ക് വേണ്ടി ആ കഴിഞ്ഞ കോർത്തെടുത്ത് രണ്ടുപേരും തന്നെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഞാൻ ചേച്ചി സൗഖ്യത്തിലേക്ക് നന്ദിയോടെ സ്തുതിക്കുകയാണ്. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിൽ
കാണുന്നത്. ആമേൻ. ആ സാക്ഷ്യത്തിൽ കൂടി കർത്താവ് നമ്മളോട് പറയുന്നു, ഓരോരുത്തരോടും സംസാരിക്കുന്ന ഒരു കാര്യം, യേശു ഇന്ന് ജീവിക്കുന്നു. യേശു തന്റെ വചനം ഇന്ന് നിവർത്തിക്കുന്നു. ഇന്നും യേശു സൗഖ്യമാക്കുന്നു. നിങ്ങൾ ഈ ലൈവിൽ കൂടി കാണുന്ന പ്രിയപ്പെട്ടവരോട് ഈ പോൽക്കാലം എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും രോഗങ്ങളാൽ ഭാരപ്പെടുന്നോ? ആമേൻ. ലോകവൈദ്യന്മാര് ആമേൻ അസാധ്യമെന്ന് പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഏത് വിഷയമായാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശുവിൽ വിശ്വസിക്കുക, നിശ്ചയമായി കർത്താവ് മറുപടി തരും.